എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ, അതായത് ഈ ഹർത്താൽ ദിവസം രാവിലെ, ഒരു കൂലിപ്പണിക്ക് പോയി വീട് നടത്തുന്ന ഒരു സ്ത്രീ എന്നെ വിളിച്ചു. അവർക്കൊരു ദിവസം മേസ്തിരിമാരുടെ കൂട്ടത്തിൽ മൈക്കാടായിട്ട് പോവുകയാണ്. ഒരു ദിവസം അവർക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ 800 രൂപയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അവർക്ക് 4 പണിയേ ഉള്ളായിരുന്നു. 3200 രൂപ കിട്ടി. അതുകൊണ്ട് അവരുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്നു. ഈ ആഴ്ചയിൽ അവർ 6 പണിയും പണിത്, അതുകൊണ്ട് 4800 രൂപ കിട്ടുകയാണെങ്കിൽ ഒരു ഗ്യാസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. ഏതൊക്കെയാലും തിങ്കളാഴ്ച മേസ്തിരിമാർ വന്നില്ല, അതുകൊണ്ട് തിങ്കളാഴ്ച പണിയില്ലായിരുന്നു. ഇന്ന് ഗതികേടിന് നേരം വെളുത്തപ്പം ഹർത്താലും. ആ സ്ത്രീ ആകെ അങ്ങോട്ട് പ്രയാസപ്പെട്ടു. ഹർത്താലുകാരെ പ്രാഗി മുടിപ്പിച്ച് നാശിക്കുന്ന രീതിയിലുള്ള വർത്തമാനം അവർ പറഞ്ഞു. അപ്പം ഞാൻ അവരുടെ ആ വിഷമവും ഒക്കെ വളരെ ശ്രദ്ധയോടെ കേട്ടു. അന്നേരം മനസ്സിലായി, കടകളിൽ, ഫാക്ടറികളിൽ, സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന സാധാരണക്കാർക്ക് ഈ 800 രൂപയിൽ താഴെയൊക്കെയുള്ള ശമ്പളമുള്ളൂ. ആ പണം കൊണ്ടാണ് അവരെല്ലാം ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അന്നത്തെ ജോലിക്കകത്ത് ഒരു ദിവസം കുറഞ്ഞാൽ കേരളത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങളുടെയും ജീവിതത്തിൽ ആ ഒരു കുറവ് ബാധിക്കും. അപ്പം ഞാൻ പറയുന്നത്, നിതിൻ രാജിന് നീതി കിട്ടണം, അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷേ നിതിൻ രാജിന് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഹർത്താൽ എന്ന പേരിൽ കാണിച്ചു കൂട്ടുന്ന കൊള്ളരുതായികൾ, വഴിതടയലുകൾ, ആഭാസത്തരങ്ങൾ, ഗുണ്ടായിസങ്ങൾ, പോക്കൃത്തരങ്ങൾ, ഇത് നിയന്ത്രിച്ചേ മതിയാവും എന്നുള്ളതല്ല, ഇത് നിർത്തിയേ മതിയാവും. ഇല്ലെങ്കിൽ ഇത് സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അടിത്തറ തകർത്ത് കളയും. ഇതിനു മുമ്പ്, ചില മാസങ്ങൾക്ക് മുമ്പ്, കേന്ദ്രത്തിൻ്റെ നയങ്ങൾക്കെതിരെ കേരളത്തിൽ ഹർത്താൽ എന്നും പറഞ്ഞും ഇന്ത്യ മുഴുവൻ ഭാരത് ബന്ദ് എന്നും പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ സംഘടനകൾ ഒരു ഹർത്താൽ നടത്തി. ഹർത്താൽ നടത്തിയത് എന്നതിനാ? കേന്ദ്രത്തിൻ്റെ നയങ്ങൾക്കെതിരെ. ഈ ഹർത്താൽ കണ്ടിട്ട് പേടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1 മാസമാണ് പനിച്ച് കിടന്നത്. ആഭ്യന്തരമന്ത്രി 1.5 മാസം പനിച്ച് പറച്ച് കിടക്കുകയായിരുന്നു ഈ ഹർത്താലുകാരനെ കണ്ടിട്ട്. കേന്ദ്ര നയം വല്ലതും മാറുമോ? അവസാനം എന്നാ സംഭവിച്ചു? ഈ ദ്രോഹമാകെ നടന്നത് കേരളത്തിൽ മാത്രമായിട്ട് ഇത് മാറി. ഇനി ഇതിനകത്തുനിന്ന് ഇതിൻ്റെ വശങ്ങളെക്കുറിച്ച് പറയാം. കേരളത്തിൽ ഒരു വർഷം കേരളത്തിലെ മനുഷ്യൻ എല്ലാം കൂടെ പണിയെടുത്താൽ ആകെ ഉണ്ടാകുന്ന വരുമാനം എന്ന് പറയുന്നത് 14 ലക്ഷം കോടി രൂപയ്ക്ക് താഴെയാണ്. എല്ലാ മനുഷ്യരും പണിയെടുക്കുന്നവരെല്ലാം കൂടെ പണിയെടുത്താൽ കിട്ടുന്ന തുകയെന്ന് പറയുന്നത് 14 ലക്ഷം കോടിക്ക് താഴെയാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ GDP ആണ് 14 ലക്ഷം കോടി. ഏതാണ്ട് ഞായറാഴ്ചകളും അവധി ദിവസങ്ങളും കഴിഞ്ഞ് കേരളത്തിൽ പണിയെടുക്കുന്ന ദിവസങ്ങളെന്ന് പറയുന്നത് 265 ദിവസമാണ്. എന്ന് പറഞ്ഞാൽ ഈ 14 ലക്ഷം കോടി രൂപ ഉണ്ടാക്കാൻ മനുഷ്യൻ കേരളത്തിൽ പണിയെടുക്കുന്നത് 265 ദിവസമാണ്. അപ്പോൾ ഒരു ദിവസത്തെ വരുമാനം എങ്ങനെ കണക്ക് കൂട്ടാമെന്ന് ചോദിച്ചാൽ, ഈ 14 ലക്ഷം കോടിയെ 265 കൊണ്ട് ഹരിച്ചാൽ ഒരു ദിവസത്തെ വരുമാനം 5283 കോടി എന്ന് മനസ്സിലാവും. ഈ ഹർത്താലുകാർ ഒരു ദിവസം കേരളത്തിന് വരുത്തി വെക്കുന്ന നഷ്ടം 5283 കോടി രൂപയാണ്. ഒരിക്കൽ കൂടെ പറയാം, ഹർത്താലുകാരെന്ന് പറയുന്ന ദ്രോഹികൾ ഒരു ദിവസം നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ടാക്കി വെക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് 5283 കോടി രൂപയാണ്. ഇതിൻ്റെ കണക്കുകൾ പഠിച്ചു നോക്കുമ്പം 1977 മുതൽ 2002 വരെ കേരളത്തിൽ ചെറുതും വലുതുമായിട്ട് ഹർത്താലുകൾ നടന്നത് 212 ഹർത്താലുകളാണ്. ഈ 212 ഹർത്താലുകൾക്കായിട്ട് ഹർത്താലുകൾ വന്നപ്പം നമ്മളിവിടെ ഉണ്ടാകേണ്ട പണത്തിൽ വന്ന നഷ്ടം 11,19,996 കോടി രൂപയുടെ നഷ്ടമാണ് ഈ ചെറ്റകൾ ഈ നാട്ടിലുണ്ടാക്കി വെച്ചത്. നമ്മുടെ ഇവിടുത്തെ ലൈഫിൻ്റെ വീടുകൾ 5 ലക്ഷം രൂപയാണ് ഒരു വീടിന് ആവറേജ് മുടക്കാകുന്നതെങ്കിൽ 1 കോടി രൂപയുണ്ടെങ്കിൽ അത് കൂട്ടി 20 വീടുകളുണ്ടാക്കാം. ഈ 11,19,996 കോടിയെ അതുകൊണ്ട് എത്ര വീട് വെക്കാം എന്ന് ചോദിച്ചാൽ, ഈ ലൈഫിൻ്റെ സൈസ് വീടുകളാണ് 2,23,99,920 വീടുകൾ വെക്കാം. 2,23,99,920 വീടുകൾ വെക്കാം. ഏതാണ്ട് 2,24,00,000 വേണ്ട, ഇച്ചിരിയൊക്കെ കുറഞ്ഞോട്ടെ, 2,23,00,000-ലധികം വീടുകൾ വെക്കാം. കേരളത്തിലെ പഞ്ചായത്തുകളിലാകെ വാർഡുകൾ എന്ന് പറയുന്നത് 17,333. കേരളത്തിലെ മുനിസിപ്പാലിറ്റിയിലാകെ വാർഡുകളെന്ന് പറയുന്നത് 3,241.
കോർപ്പറേഷനുകളിലാകെ വാർഡുകൾ എന്ന് പറയുന്നത് 421. അങ്ങനെ എല്ലാം കൂടെ 20,999 വാർഡാണ് നമ്മുടെ കേരളത്തിലുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു വാർഡ് കൂടെ ഉണ്ട് 21,000 വാർഡാകും. ഇത്രയും വീടുകൾ, ഈ 2,23,00,000-ലധികം വീടുകൾ നമുക്കുണ്ടാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ആ 5 വർഷം കൊണ്ട് മാത്രം ഒരു വാർഡിൽ 1066 വീടുകൾ ഉണ്ടാക്കാമായിരുന്നു. ഇപ്പം മനസ്സിലാക്കേണ്ടത്, ഒരു വാർഡിൽ 1000-നും 1200-നും ഇടയ്ക്ക് ആൾക്കാരേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു വാർഡിൽ അങ്ങേയറ്റം പോയാൽ 200 to 300 വരെ വീടുകളെ കാണുള്ളൂ. അതേസമയത്ത് ഇവന്മാർ, ഈ രാഷ്ട്രീയക്കാർ ചെറ്റകൾ, ഈ ഹർത്താൽ നടത്തി 1977 മുതൽ 2002 വരെയൊക്കെ മുടിപ്പിച്ച് കളഞ്ഞ പണം ആയിരുന്നെങ്കിൽ ഇവർക്ക് ആ പണം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരു വാർഡിൽ 1066 വീട് വെച്ച് 5 ലക്ഷം രൂപയുടെ വീട് വെച്ച് വെക്കാമായിരുന്നു എന്ന്. അപ്പോൾ ഇത് എത്രത്തോളം ഭീകരമാണെന്ന് നമ്മളിത് മനസ്സിലാക്കണ്ടേ? ഞാൻ ഈ തുകയുടെ വലിപ്പം കൂട്ടി പറയാൻ വേണ്ടി അത് പറഞ്ഞത്. ഒരു വാർഡിൽ 1000 മുതൽ 1200 പേരെ ഉള്ളെങ്കിൽ ആ 5 വർഷത്തിനിടയ്ക്ക് ഇവന്മാർ മുടിപ്പിച്ച് കളഞ്ഞ തുക വെച്ച് നമുക്ക് ഒരു വാർഡിൽ 1066 വീട് വെച്ച് പണിയാമായിരുന്നു എന്ന്. അത്രയും ദ്രോഹം ഇവന്മാർ ചെയ്തത്. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്നറിയാം, ഇത് തടഞ്ഞില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന UDF ഗവൺമെൻറ്റാന്ന് വെച്ചോ, മാസം 2 ഹർത്താൽ വെച്ച് മിനിമം ഇവന്മാർ നടത്തും. മാസം 2 ഹർത്താൽ വെച്ച് അങ്ങനെ കൂട്ടിയാൽ ഒരു വർഷം 24 ഹർത്താൽ നടക്കും. 5 വർഷം കൊണ്ട് 120 ഹർത്താൽ നടക്കും. ഒരു ഹർത്താലിന് നഷ്ടം വരുന്നത് 5283 കോടിയാണ്. അങ്ങനെയാണ് 120 ഹർത്താൽ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ മനസ്സിലാക്കണം, ഇത് ഏതാണ്ട് വലിയ തുകയിലോട്ട് വരും. എന്ന് പറഞ്ഞാൽ 6 ലക്ഷം കോടിക്ക് മോളി വരും. 6,33,960 കോടിയോളം വന്നു പോകും. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ കടമെന്ന് പറയുന്നത് 6 ലക്ഷം കോടിയാണ്. 6 ലക്ഷം കോടിക്ക് മോളിലുള്ള നഷ്ടം ഇവന്മാർ 5 വർഷം കൊണ്ട് ഹർത്താൽ നടത്തി വെക്കുന്നു. ഈ ഭരിക്കാൻ പ്രത്യേകിച്ച് അറിയുമൊന്നും വേണ്ട. നമ്മളിവിടെ പഠിച്ച് ചെല്ലുമ്പം കക്കാതെയും ഹർത്താൽ നടത്താതെ ഇരുന്നാൽ മാത്രം മതി. വെറും മന്ദബുദ്ധികൾ ഒരു 4-5 എണ്ണം തലപ്പത്ത് കയറി ഇരുന്നിട്ട് അവർ കക്കുന്നുമില്ല, അവർ ഹർത്താലും വെപ്പിക്കുകയില്ല എന്ന് തീരുമാനിച്ചാൽ വൃത്തിയായിട്ട് കേരളം പോകും. ഇവന്മാർ കയറി വലിയ സാങ്കേതിക വിദ്യ എടുത്ത് ഭരിക്കുകയൊന്നും വേണ്ട. ഇവന്മാർ കക്കാതിരിക്കണം, ഇവന്മാർ ഹർത്താൽ വെക്കാതിരിക്കണം. ഇത് രണ്ടും മാത്രം നടത്തിയ ഹർത്താൽ എന്ന് പറഞ്ഞാൽ ശരി ഗുണ്ടായിസമാണ്. ഇന്നത്തെ വീഡിയോകളൊന്ന് നോക്കിക്കേ. ഇന്ന് കേരളം മുഴുവൻ ഇറങ്ങിയേക്കുന്ന വിവിധങ്ങളായ വീഡിയോ നോക്കിയോ, സകലയിടത്തും പാക്കാ ഗുണ്ടായിസമാണ്. കുഞ്ഞു പിള്ളേരെയൊക്കെ ആയിട്ട് വന്നിട്ട് അമ്മമാർ, ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ജനം വയലൻ്റായി, ജനം പലയിടത്തും പൊട്ടിത്തെറിച്ചു. ഈ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന രീതിയിൽ പക്കാ ഗുണ്ടായിസ. ഒരുത്തരം വീട്ടിൽ പോകണ്ടെന്നാണ് പറയുന്നത്. 2004 മെയ് മാസം 28-ാം തീയതി ഈ ജോർജ് കുര്യൻ എന്ന് പറഞ്ഞ ഒരാളും കേരള ഗവൺമെൻറ്റുമായിട്ടുള്ള കേസിനകത്ത് ഹൈക്കോടതി വിധി പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ കേസിൽ ഹർത്താൽ പൊതുപണിമുടക്ക് നടക്കുമ്പോൾ പൗരന്മാരുടെ സാധാരണ ജീവിതം സ്തംഭിക്കാതിരിക്കാൻ മതിയായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇത് സ്വീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് പറ്റുകയില്ല, കേന്ദ്ര സേനയെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര സേനയും വിളിക്കുകയില്ല, സംസ്ഥാന ഗവൺമെൻറ് ഒന്നും ചെയ്യുകയില്ല. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പോലീസൂടെ ഇന്നിപ്പം നമ്മൾ മനസ്സിലാക്കി, പാലായിലൊക്കെ നേരം വെളുത്തപ്പോൾ പോലീസുകാർ വഴി നിന്ന് പെറ്റിയടിക്കുക. ധാരാളം പോലീസുകാർ ഈ ഹർത്താലുകാരെ പിരിച്ചുവിടാൻ വേണ്ടി പണിയെടുക്കുന്നുണ്ട്. അത് അങ്ങനെ ഉള്ളപ്പോൾ തന്നെ പാലായിലൊക്കെ രാവിലെ വഴി നിന്നുകൊണ്ട് വണ്ടിക്ക് പെറ്റിയടിക്കുന്നുണ്ട്. എന്നാണെന്നറിയോ, രാവിലെ ഹർത്താലാണെങ്കിലും അന്നത്തെ 800-700 രൂപ കൊണ്ടുവന്ന് വീട്ടിലെ കാര്യങ്ങൾ നടക്കണ്ടേന്ന് വിചാരിച്ചിറങ്ങിപ്പോയ സാധുക്കളായ ചെറുപ്പക്കാരുടെ രാവിലെ അവരെ പിടിച്ചു നിർത്തി 100-200 രൂപ തെണ്ടുന്ന അവസ്ഥയും കൂടെ ഉണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടി ഹർത്താലിന് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടവരാണ് രാവിലെ പെറ്റിയടിപ്പിക്കുന്നത്. അപ്പോൾ ഈ പോലീസുകാരും സത്യം പറഞ്ഞാൽ കുറേ പേരെങ്കിലും ആരുടെ ഭാഗത്താണ്? ഹർത്താലുകാരുടെ ഭാഗത്താണ്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതന് ഇറാനികളെക്കുറിച്ച് ഒരു കാര്യം വിളിച്ച് പറഞ്ഞു. അദ്ദേഹം ദുബായിലുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, ഇറാനികൾ മരിക്കാൻ നടക്കുന്നവരാ, അതുകൊണ്ട് അവരെ തോപ്പിക്കാൻ പറ്റിയിരുന്നു. ഞാനിത് പ്രത്യേകിച്ച് ഇവിടെ എടുത്ത് പറയുന്നത് എന്നറിയോ, 1000 മുതൽ 10,000 പേര് വരെ ഞാൻ കേരളത്തിലെ ജനസമൂഹത്തോട് ചോദിക്കുന്നു, നിങ്ങളിൽ ഒരു 10,000 പേര് ഒരുമിച്ചൊന്ന് നിൽക്കാമോ? നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ ഹർത്താൽ എന്ന് പറയുന്ന ഗുണ്ടായിസ് ഇവിടെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരിക്കാനായിട്ട് തീരുമാനിച്ചാൽ, എന്ന് പറഞ്ഞാൽ നാടിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ അതിന് തയ്യാറാണെന്ന് ധൈര്യമുള്ള ഒരു 10,000 പേർ ഒരുമിച്ചാൽ, ഞാൻ പറയുന്നു, നമ്മൾ കേരള ജനമിത്ര എന്ന ഒരു സംഘടന രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാം. സംഘടന ഈ വിഷയം കേസുമായി കൊണ്ടുപോകാം. നിങ്ങളൊരു 10,000 പേര് ഞങ്ങളുടെ കൂടെ നിൽക്കാമോ? കേരളത്തിലുള്ള 3,60,00,000 ജനങ്ങളിൽ നിന്ന് ഒരു 10,000 പേര് ഞങ്ങളുടെ കൂടെ നിൽക്കാമോ? ഞങ്ങൾ ഈ ആഭാസത്തരം നിർത്തിത്തരാം.
5283 കോടി രൂപ വെച്ച് കളയുന്ന ഈ ആഭാസം, ഒരു ദിവസം ഹർത്താൽ വരുമ്പോൾ കേരളത്തിൽ നഷ്ടം വരുന്ന 5283 കോടിയാണ്. ആ കോടി വെച്ച് നശിപ്പിക്കുന്ന ഈ ആഭാസം ഞങ്ങൾ നിർത്തിത്തരാം. നിങ്ങൾക്കൊരു 10,000 പേർക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കാമോ? 10,000 പേര് നിൽക്കാമെങ്കിൽ നമുക്കിത് കോടതി കേസുകളുമായിട്ട് പോകാം. അതിൻ്റെ നിലവിലുള്ള വീഡിയോകളെല്ലാം എടുത്തിട്ട് അത് കേസുമായിട്ട് പോകാം. കഴിഞ്ഞ പ്രാവശ്യം ഇത് ഭാരത് ബന്ധെന്നും പറഞ്ഞ് നടത്തിയപ്പോൾ ഇതിനകത്ത് 3 പേരാണ് കേരളത്തിൽ കളിച്ചത്. ഒന്ന് CA2-ൻ്റെ എളമരം കരീമം, CA2-ൻ്റെ ഏറ്റവും വലിയ മുഴുത്തിയ ആളയാള. INTUCയുടെ മുഴുത്തിയ ആളുടെ പേര് R ചന്ദ്രശേഖരൻ എന്നാണ്. AITUCയുടെ വലിയ പുള്ളിയുടെ പേര് TJ അഞ്ചലോസ് എന്നാണ്. ഞങ്ങൾ അന്ന് CAGക്ക് വിവരാവകാശം വെച്ചു. ഒരു ദിവസം കേരളത്തിൻ്റെ ഈ ഹർത്താൽ വരുമ്പോൾ കേരളത്തിൻ്റെ നഷ്ടം എത്രയാണ്? വിവരാവകാശം ഇതുവരെ കിട്ടിയിട്ടില്ല. വിവരാവകാശം കിട്ടുന്ന മുറയ്ക്ക് അത് വെച്ചുകൊണ്ട് ഹൈക്കോടതിയിലോട്ട് കേസ് ഈ 3 പേർക്കെതിരെ കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ഹർത്താൽ ആസൂത്രണം ചെയ്ത സംഘടനയുടെ നേതാക്കന്മാർ ഒരു 10 പേര് കോടതി കയറി ഇറങ്ങട്ടെ. 10 പേര് കോടതി കയറി ഇറങ്ങിയാലേ ഇവന്മാർ ഇത് പഠിക്കുകയുള്ളൂ. അതിന് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ വരെ പോകേണ്ടി വന്നാൽ, ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ്. ഈ 6 ലക്ഷം കോടി രൂപ കടമെന്ന് പറയുന്നത് അടുത്ത 5 വർഷം ഒരു ഹർത്താൽ വെക്കാതിരുന്നാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് കർശനമായിട്ട് നമുക്കിതിനെ തടഞ്ഞേ പറ്റുള്ളൂ. ഈ ഗുണ്ടായിസം അവസാനിപ്പിക്കണ്ടേ? നിങ്ങൾക്ക് കൂടെ നിൽക്കാമോ? നിങ്ങൾക്ക് കൂടെ നിൽക്കാമെങ്കിൽ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് എൻ്റെ മൊബൈൽ നമ്പറിലൂടെ കൊടുത്തേക്കാം. നിങ്ങൾ കൂടെ നിൽക്കാമെങ്കിൽ നിങ്ങൾ യെസ് റെഡി എന്ന് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്ത് ഒരു മെസ്സേജ് മൊബൈലിലേക്ക് വിടാമോ? നിങ്ങൾ ഈ വീഡിയോയ്ക്കടിയിൽ ഇതിന് കേസിന് പോകണമെന്നുണ്ടെങ്കിൽ യെസ് എന്ന് മാത്രം ടൈപ്പ് ചെയ്തൊന്ന് വിടാമോ? 1000 പേർക്ക് മുകളിൽ യെസ് എന്ന് ഒരു കമൻറ്റ് വന്നാൽ ഞങ്ങളിത് കേസുമായിട്ട് മുന്നോട്ട് പോകാം. പോയേ പറ്റുള്ളൂ. നമ്മുടെ സമൂഹത്തിൻ്റെ അടിത്തറ പറിക്കുന്ന ഈ ഗുണ്ടായിസം ഇത് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. സംസ്ഥാന വരുമാനത്തിൽ ഏറ്റവും വലിയ ദ്രോഹം ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക്, അവന്മാർക്ക് ഇത് കണക്ക് കൂട്ടാൻ അറിയാൻ മേലേ. എല്ലാ ദിവസവും പത്രം എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്നിലധികം ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. ഓരോ കൊലപാതകത്തിൻ്റെ പ്രതികളെ അന്വേഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഹർത്താൽ നടത്താൻ തുടങ്ങിയ 365 ദിവസം ഹർത്താലല്ലേ നടത്താൻ പറ്റുള്ളൂ. വ്യാപാരി വ്യവസായികൾ തീരുമാനിക്കുക അനിശ്ചിത കാലം അവരങ്ങ് അടച്ചിടാമെന്ന് വെച്ചാൽ ഇവൻ്റെയൊക്കെ വായിലോട്ട് എന്നാ പോയിട്ട് ഇവൻ ഹർത്താൽ നടത്തും. അതുകൊണ്ട് ഇത് എന്തൊരു അക്രമമാണ് ഇത്. ഈ പരിപാടി നടത്തിക്കൂടാ. ഇന്നത്തെ വീഡിയോകൾ നോക്കിക്കോ, വാർത്തകൾ നോക്കിക്കോ, ആ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് വന്ന അമ്മമാർക്ക് പോലും പോകാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാതെ ഇതുപോലെ പോരി വെയിലത്ത് ബസ്സൊക്കെ 2-3 മണിക്കൂർ വഴി പിടിച്ചിട്ടിരിക്കുക. എന്തൊരക്രമമാണ് ഇത്. ഇത് അവസാനിപ്പിച്ചാൽ മതിയാവും. കോടതി ഇത് നിരോധിച്ചിട്ടുണ്ട്. ഇത് ബന്ധെന്ന പേരിലാണ് നിരോധിച്ചേക്കുന്നത്. ഇനി ബന്ധെന്നോ ഹർത്താലെന്നോ പണിമുടക്കെന്നോ ഏത് ഓമന പേരിട്ട് വിളിച്ചാലും ഈ പിറക്കായിക അനുവദിച്ചു കൊടുത്തു കൂടാ. ഇത് തടയണം. ഇത് നിങ്ങൾക്ക് 10,000 പേർക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കാവോ? നമുക്ക് ഒരുമിച്ച് ഇതിനെ പൂട്ടിക്കെട്ടാം. തയ്യാറുള്ളവർ, കേരളത്തെ രാഷ്ട്രീയത്തിനപ്പുറത്ത് കേരളം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഈ രാഷ്ട്രീയക്കാരുടെ കൊള്ളരുതായികൾ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള, നേരും നെറിയുള്ള, മനസാക്ഷിയുള്ള ആളുകളെ ഞങ്ങൾ ക്ഷണിക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. നമുക്ക് ഈ ഗുണ്ടായിസം അവസാനിപ്പിച്ചേ മതിയാവൂ. അവസാനിപ്പിച്ചില്ലെങ്കിൽ ഒന്നും കൂടെ പറയട്ടെ, UDF ഭരണമാണ് വരുന്നെങ്കിൽ ഇനി ഹർത്താലുകളുടെ പെരുമഴയായിരിക്കും. 5300 കോടി വെച്ച് 5283 കോടി രൂപ വെച്ച് ഓരോ ഹർത്താലിനും പോകും. അത് തടഞ്ഞേ മതിയാകൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.